നമസ്കാരം. PSC ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഏറ്റവും ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഴങ്ങളെക്കുറിച്ചുള്ള പഠനം. പോമോളജി. എന്തിൻ്റെ പ്രതീകമാണ് ത്രാസ്? നീതി. ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ഹേണസ്റ്റ് ഹേക്കൽ. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗണിതശാസ്ത്രം. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ സംസ്കൃതം. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്താണ് ദിവോഗി ഭാഷ സംസാരിക്കുന്നത്? മാലിദ്വീപ്. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയിരുന്ന പ്രാചീന ഭാരതത്തിലെ ലിപി ഖരോഷ്ഠി. അന്ധർക്കു വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിൽ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ്. കാത്തലിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് നിഷ്പന്നമായത്? ഗ്രീക്ക്. കാഴ്ച ഇല്ലാത്തവർ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ബ്രെയിൽ ലിപി. ഏറ്റവും പ്രാചീനമായ മലയാള ലിപി വട്ടെഴുത്ത്. ഇമ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷ കംബോഡിയൻ. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറിയാട്രിക്സ്. ഓർത്തോഗ്രഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉച്ചാരണം. ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശ ഭാഷ ഇംഗ്ലീഷ്. ഏത് ഭാഷയിൽ എഴുതുന്നവർക്കാണ് സാഹിത്യ നോബൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? ഫ്രഞ്ച്. കാനഡയുടെ മാതൃഭാഷ ഇംഗ്ലീഷ്. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയ. ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായ ഏക രാജ്യം വത്തിക്കാൻ. ഖമർ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് രാജ്യത്താണ്? കംബോഡിയ. ഷനാമ ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടു? പേർഷ്യൻ. ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ ഇംഗ്ലീഷ്. പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളം. പാലിയന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഈ നാട് ഏത് ഭാഷയിലെ പത്രമാണ്? തെലുങ്ക്. അലോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റ്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. ബ്രെയിൽ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാകുന്നത്? 6. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടുള്ള മലയാള നോവൽ ചെമ്മീൻ. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. ഏറ്റവും കുറച്ച് വാക്കുകൾ ആരംഭിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം എക്സ്. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ
മലയാളം. വീഞ്ഞിനെക്കുറിച്ചുള്ള പഠനം ഇനോളജി. വന്ദേമാതരം എന്ന പ്രാർത്ഥനാഗാനം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. ഗുരുമുഖി എന്നറിയപ്പെടുന്ന ലിപി ഏത് ഭാഷയുടേതാണ്? പഞ്ചാബി. ഏത് രാജ്യത്തിനാണ് 3 ഭാഷയിൽ ഔദ്യോഗിക നാമമുള്ളത്? സ്വിറ്റ്സർലാൻഡ്. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? റെയ്നെ ദെക്കാർത്തെ. അസ്സലാമു അലൈക്കും ഏത് ഭാഷയിലെ അഭിവാദ്യമാണ്? ഉറുദു. തർക്കശാസ്ത്രത്തിൻ്റെ പിതാവ്? അരിസ്റ്റോട്ടിൽ. ഈജിപ്തിലുണ്ടായിരുന്ന ഹീറോഗ്ലിഫിക്സ് ലിപിയിലെ അടിസ്ഥാന ചിഹ്നങ്ങളുടെ എണ്ണം 24. കോത്തേരി കമ്മീഷൻ്റെ ത്രിഭാഷാ പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഭാഷകൾ? ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ? ലാറ്റിൻ. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ? ഉറുദു. സുനാമി ഏത് ഭാഷയിലെ വാക്കാണ്? ജാപ്പനീസ്. ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ? ലാറ്റിൻ. സ്പാനിഷ് ഔദ്യോഗിക ഭാഷയല്ലാത്ത ഒരേയൊരു മധ്യ അമേരിക്കൻ രാജ്യം? ബെലീസ്. ട്രൈക്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? രോമം. ഹിബ്രു ഔദ്യോഗിക ഭാഷയായുള്ള രാജ്യം? ഇസ്രയേൽ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം? സെലോളജി. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനം? മോർഫോളജി. റോമൻ അക്കങ്ങൾ എഴുതാൻ എത്ര പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു? 7. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം? ഗിന്നസ് ബുക്ക്. ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം? ബൈബിൾ. തുളു ഉൾപ്പെടുന്ന ഭാഷാഗോത്രം? ദ്രാവിഡ ഭാഷാഗോത്രം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ? തെലുങ്ക്. സംഘകാല കൃതികൾ രചിക്കപ്പെട്ട ഭാഷ? തമിഴ്. വൈനുകളെക്കുറിച്ചുള്ള പഠനം? ഇനോളജി. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം? ബ്രസീൽ. പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ? ബംഗാളി. കച്ചി ഭാഷ സംസാരിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. ഗുഹകളെക്കുറിച്ചുള്ള പഠനം? സ്പിലിയോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഹീലിയോളജി. കർണാടകയിലെ സംസ്കൃത ഗ്രാമം? മാട്ടൂർ. ഏത് ഭാഷയിലെ മഹാകവിയായിരുന്നു വിർജിൽ? ലാറ്റിൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്? ഹിപ്പോക്രാറ്റ്സ്.